നമസ്കാരം. പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയ കൊച്ചിയിലെ റോഡ് ഷോയുടെ ചിത്രങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിലുള്ള അടിക്കുറിപ്പോടെയാണ് പ്രധാനമന്ത്രിയുടെ കുറിപ്പ്. കൊച്ചിയുടെ സ്നേഹത്തിൽ വിനയാന്വിതനായി ചില കാഴ്ചകൾ പങ്കുവയ്ക്കുന്നുവെന്നാണ് മോദി എക്സിൽ കുറിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയത്. ഇതിനുശേഷം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് വരെയായിരുന്നു 1.3 കിലോമീറ്റർ നീണ്ടുനിന്ന റോഡ് ഷോ. തുറന്ന വാഹനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പമാണ് മോദി ജനങ്ങളെ അഭിവാദ്യം ചെയ്തത്. പൂക്കളെറിഞ്ഞും മുദ്രാവാക്യം വിളിച്ചും റോഡിന്റെ ഇരുവശങ്ങളിലുമായി അണിനിരന്ന ജനങ്ങൾ പ്രധാനമന്ത്രിയെ വരവേറ്റു. വൈകിട്ട് 6-ന് റോഡ് ഷോ തുടങ്ങുമെന്ന് ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി എത്താൻ വൈകിയതിനാൽ 7:30 മാറ്റുകയായിരുന്നു. അതേസമയം മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വർണ്ണത്തളിക സമ്മാനിക്കാൻ നടനും BJP നേതാവുമായ സുരേഷ് ഗോപി. സ്വർണ്ണ കരവിരുതിൽ വിദഗ്ധനായ അനു അനന്തനാണ് സ്വർണ്ണത്തളിക നിർമ്മിച്ചത്. പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നതിന് മുന്നോടിയായി SPG ഉദ്യോഗസ്ഥർ തളിക പരിശോധിച്ചു. ഇന്ന് രാവിലെ ഗുരുവായൂരിലാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹം. സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ. ഗോകുൽ സുരേഷ്, മാധവ് സുരേഷ്, ഭാവനി സുരേഷ്, പരേതയായ ലക്ഷ്മി സുരേഷ് എന്നിവരാണ് മറ്റു മക്കൾ. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നഗരത്തിൽ റോഡ് ഷോ നടത്തിയിരുന്നു. രാത്രി എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ താമസിച്ച മോദി ഇന്ന് രാവിലെ 6:30-ന് ഗുരുവായൂരിലേക്ക് പോകും. സുരേഷ് ഗോപിയുടെ മകളുടേത് ഉൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും. അവിടെ നിന്ന് തൃപ്രയാർ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കൊച്ചിയിലേക്ക് മടങ്ങും. ഉച്ചയ്ക്ക് 12-ന് വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും ഡ്രൈഡോക്കും ഉദ്ഘാടനം ചെയ്യും. പുതുവൈപ്പിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇറക്കുമതി ടെർമിനലും ഉദ്ഘാടനം ചെയ്യും. 1 മണിക്ക് എറണാകുളം മറൈൻ ഡ്രൈവിൽ BJP ശക്തി കേന്ദ്ര പ്രമുഖരുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ച ശേഷം ഡൽഹിക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോട് അനുബന്ധിച്ച് തൃശൂരിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുവായൂർ, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, നാട്ടിക, വലപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അവധി. പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കേന്ദ്ര, സംസ്ഥാന, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. അതേസമയം എറണാകുളം ലോ കോളേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും ബാനർ സ്ഥാപിച്ച KSU. ഇതിനെതിരെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പോലീസ് സ്ഥലത്തെത്തി ബാനർ അഴിച്ചുമാറ്റി. മണിപ്പൂർ, ലക്ഷദ്വീപ് വിഷയങ്ങൾ ഉയർത്തി എ ബിഗ് നോ ടു മോദി എന്ന ബാനറാണ് ക്യാമ്പസിനകത്ത് KSU സ്ഥാപിച്ചത്. ബാനർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട 2 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനെതിരെ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. പിന്നീട് വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് ഒഴിപ്പിച്ച് പോലീസ് സംഘർഷാവസ്ഥ ഒഴിവാക്കി. കോളേജിന് മുന്നിൽ ആദ്യം ഉയർത്തിയ ബാനർ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് കൊച്ചി കോർപ്പറേഷൻ ജീവനക്കാരെത്തി അഴിച്ചുമാറ്റിയിരുന്നു. ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് പ്രധാനമന്ത്രി പങ്കെടുത്ത റോഡ് ഷോയിൽ 10,000-കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്.